കുടുംബത്തിലെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മാധ്യമങ്ങളുടെ ഇഫക്റ്റ് പിള്ളേരിൽ ഞങ്ങൾ കണ്ടു. ഒന്ന് പെട്ടെന്ന് റീക്യാപിറ്റുലേറ്റ് ചെയ്യാം. ഒന്ന്, റെസ്പോൺസിബിൾ ആയിട്ട് നമുക്ക് മാധ്യമങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റി, വ്യക്തിത്വത്തിലും നമ്മുടെ സ്പിരിച്വൽ ലൈഫും നമ്മുടെ വൈകാരിക ജീവിതം എല്ലാം ഒത്തിരി എൻറിച്ച്ഡ് ആകാൻ ഒരു വലിയൊരു ഉപകരണമാണ് മാധ്യമങ്ങൾ. പക്ഷേ അതിൻ്റെ ആ റെസ്പോൺസിബിൾ രീതിയിൽ കൈകാര്യം ചെയ്യാൻ ആണെങ്കിൽ, കുട്ടികളെ അത് പഠിപ്പിക്കാനാണെങ്കിൽ അങ്ങനെ ഒരു റെസ്പോൺസിബിൾ അഡൾട്ട് വേണം. ഈ റെസ്പോൺസിബിൾ അഡൾട്ടിന് ഒരു ഉൾബോധ്യം വേണം. ഇതെന്തുകൊണ്ടാണ് ഞാൻ മക്കളെ സൂപ്പർവൈസ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്, അതിനെപ്പറ്റി ഒരു നല്ല അറിവുണ്ടായിരിക്കണം. ഈ കാണണ്ടാത്ത കാര്യങ്ങളിൽ നിന്ന് സ്നേഹപൂർവ്വം എങ്ങനെയാണ് ഗൈഡ് ചെയ്ത് മാറ്റേണ്ടത് എന്ന് അവർക്ക് അറിയേണ്ടതുണ്ട്. അതിലുപരിയായിട്ട് ഇത് ഒരു മുമ്പോട്ടുള്ളൊരു വിഷൻ, ഞാൻ ഈ ചെയ്യുന്ന കർത്തവ്യം, ഞാൻ ഈ ചെയ്യുന്ന ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്വം എന്തുമാത്രം എൻ്റെ മക്കളുടെ ഇന്നത്തെ ഫോർമേഷനും അവരുടെ ഫ്യൂച്ചറിൽ എന്തുമാത്രം ഇത് ബാധിക്കും, പ്ലസ് what effect it will have on their generation when these kids share what they have learned from their parent about responsible viewing. So a parent can really have a great effect if they understand how responsible viewing can help them, their family and the children and that generation. അടുത്തത് നമ്മൾ ചർച്ച ചെയ്തിരുന്നത് പ്രായം അനുസരിച്ച് എങ്ങനെയാണ് പിള്ളേർ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന. 2 വയസ്സിൻ്റെ താഴെയുള്ളവരെ TV കാണിക്കാനേ പാടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. അത് 2 വയസ്സ് തൊട്ട് 8 വയസ്സുള്ള പിള്ളേരുടെ പ്രതികരണം, 8 വയസ്സിൻ്റെ മുകളിലുള്ളവരും പിന്നെ യുവജനപ്രായക്കാരും. അടുത്തത് നമ്മൾ ചർച്ച ചെയ്തത് എന്തുകൊണ്ട് പിള്ളേരുടെ മനസ്സ് ഇത്രയും പെട്ടെന്ന് മാധ്യമങ്ങളോട് ഇത്രയും ഒരു വൾണറബിൾ ആയിട്ട് ആയിപ്പോകുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ പിള്ളേർ എല്ലാം ടേപ്പ് റെക്കോർഡർ പോലെ പതിച്ചെടുക്കും. അവരുടെ ബ്രെയിൻ ആ രീതിയിലാണ് ഫങ്ഷൻ ചെയ്യുന്നത്. 2, ദേ ഇമിറ്റേറ്റ് വാട്ട് ദേ സേ. നമ്മൾ മിറർ ന്യൂറോൺസ് എന്ന് പറഞ്ഞാൽ കണ്ണാടി, ഞാൻ അതിൻ്റെ ഒരു ലിറ്ററൽ ട്രാൻസ്ലേഷൻ പറഞ്ഞാൽ കണ്ണാടി പോലെ അതേ രീതിയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ആക്ഷൻ അതേപോലെ തലച്ചോറിൽ പതിച്ച് ഒരു റിഫ്ലക്ഷൻ പോലെ പതിച്ച് അതേ രീതിയിൽ പ്രവർത്തിക്കാനുള്ള ഒരു ടെൻഡൻസി. ശരിക്കും അത് നമ്മുടെ നേച്ചറിലുള്ളത്. കുഞ്ഞു കുട്ടികൾ ലോകത്തിൽ വളർന്നു വരാനായിട്ടുള്ള ഒരു സിസ്റ്റമാണ്. വലിയവരെ എല്ലാം വലിയവർ പഠിപ്പിക്കാതെ തന്നെ പഠിച്ച് വളരുന്ന ഒരു സിസ്റ്റം. പക്ഷേ ഇന്ന് മാധ്യമങ്ങളുടെ ഇഫക്റ്റ് ഈ ഒരു സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്നുണ്ടെന്ന് യാതൊരു സംശയമില്ല. പിള്ളേർ ഈ കോപ്പി ക്യാറ്റ് ബിഹേവിയർ കാണിക്കുന്നുണ്ട്. മാധ്യമങ്ങൾ കാണിക്കുന്ന പലതും അവർ അനുഗമിക്കുന്നു, അവരുടെ സ്റ്റൈൽസ്, ജീവിതശൈലി പലതും അനുഗമിക്കുന്നു. പിന്നെ പിള്ളേർ ഇത്രയും വൾണറബിൾ ആകുന്നത് ഒന്നെന്ന് പറഞ്ഞാൽ അവർക്ക് ഈ മെസ്സേജ് എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരു പ്രായം, എസ്പെഷ്യലി ലെസ് ദാൻ 8 years old. നമ്മൾ വലിയൊരു കാണുന്ന രീതിയിലല്ല അതേ ക്ലിപ്പിംഗ് കുട്ടികൾ കാണുന്നത്. അവർ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ചെറിയ കാര്യമായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ വേറെ 3-4 കാര്യം ഫോക്കസ് ചെയ്തിട്ട് മൊത്തം കഥ കിട്ടാത്തതുകൊണ്ട് വളരെ കൺഫ്യൂസ്ഡോ ആങ്ഷ്യസോ പേടിച്ചോ ഒക്കെ പേടിച്ച് പോകാൻ സാധ്യതയുണ്ട്. ഇനിയും ഈ എപ്പിസോഡിൽ നമുക്ക് വേറെ പല കാര്യങ്ങൾ ചർച്ച ചെയ്യാം. എങ്ങനെയാണ് പിള്ളേരിൽ മാധ്യമങ്ങൾ ബാധിക്കുന്നത്? ഇപ്പം ധാരാളം ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് തലച്ചോറിൽ ബാധിക്കുന്നത്? ഫങ്ഷണൽ മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ആക്ഷൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പം തലച്ചോറിൽ ഏതൊക്കെ ഏരിയയിലുള്ള ആക്ടിവിറ്റി വരുന്നു, എന്ത് രീതിയിലുള്ള ആക്ടിവിറ്റി വരുന്നു എന്നൊക്കെ പഠിക്കാൻ പറ്റുന്ന യന്ത്രങ്ങളൊക്കെയാണ് ഇതും പോസിട്രോൺ എമിഷൻ ടൊമോഗ്രഫി. ഈ പഠനങ്ങൾ വഴി കണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ സപ്പോസ് ഒരു കാര്യം നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഓർക്കാൻ ശ്രമിക്കുക, ആ സമയത്ത് ബ്രെയിൻ ആക്ടിവിറ്റി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. സ്കാൻസ് കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എവിടെയാണ് ഈ ആക്ടിവിറ്റി അതനുസരിച്ച് അവിടുത്തെ ബ്ലഡ് ഫ്ലോയിൽ വ്യത്യാസങ്ങൾ വരുന്നു, രക്തഓട്ടത്തിൽ വ്യത്യാസം വരുന്നത്. ഒരു വലിയ ഗവേഷണം ഗവേഷണത്തിൻ്റെ ഒരു റിസൾട്ട് ഉള്ളതെന്ന് പറഞ്ഞാൽ a child that grows up on a heavy diet of TV viewing has a physically altered brain. Once adulthood is reached,
it is still possible to enhance brain function, but it requires much more effort. ശരിക്കും ഒരു സ്റ്റഡി ഞാനൊരു എക്സാമ്പിളായിട്ട് പറയാം. കുറേ പിള്ളേർക്ക് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ഉണ്ടായിരുന്നു. അവരുടെ നോർമൽ ബ്രെയിൻ PET സ്കാൻസും ഫങ്ഷണൽ MRI സ്കാൻസും കാണിച്ച പിക്ചേഴ്സ് പതിപ്പിച്ചിരുന്നു. ഒത്തിരി എക്സസ് ആയിട്ട് TV കണ്ടുകൊണ്ടിരുന്ന കുറേ പിള്ളേരുടെ സ്കാൻസ് പതിപ്പിച്ചു. രണ്ടുപേർക്ക് ഒരേ ആക്ടിവിറ്റി കൊടുത്തു. ഈ ADHD പിള്ളേരിൽ തന്നെ എക്സസ് TV വ്യൂയിങ്ങും എക്സസ് TV വ്യൂയിങ് ഇല്ലാത്ത പിള്ളേർ രണ്ടായിട്ട് വിഭാഗം ചെയ്തു. ഈ സെക്ഷനിലുള്ള പിള്ളേർ ഈ ADHD ഇല്ലാത്ത പിള്ളേരെയും രണ്ടായിട്ട് വിഭാഗം ചെയ്തു. ഒത്തിരി TV കണ്ടുകൊണ്ടിരുന്ന പിള്ളേരും TV വളരെ നോർമലായിട്ട് കുറച്ച് 1 to 2 hours a day മാത്രം കണ്ടുകൊണ്ടിരുന്നവർ. ഈ രണ്ട് പേരുടെ ഒരേ ആക്ടിവിറ്റി ഒരേ സമയത്ത് കൊടുത്ത് അവരുടെ തലച്ചോറിൻ്റെ ബ്രെയിൻ ആക്ടിവിറ്റി പതിപ്പിച്ചപ്പോൾ മനസ്സിലായിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഹെവി TV വ്യൂവിങ് ചെയ്തുകൊണ്ടിരുന്ന പിള്ളേരുടെ തലച്ചോറിൽ സെയിം findings as children who have attention deficit hyperactivity disorder. In other words, heavy TV viewing changes our brain function and makes it less able to be attentive and more tendency to be restless and active. അപ്പോൾ ഇത് ഇനിയും ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ആദ്യ ഗവേഷണങ്ങളാണ്. ആൻഡ് മെനി മോർ സ്റ്റഡീസ് ആർ സ്റ്റിൽ ഗോയിങ് ഓൺ. അടുത്തത് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്സ് എങ്ങനെയാണ് ബാധിക്കുന്നത്? ഇൻ്റർപേഴ്സണൽ തമ്മിൽ ഉള്ള ബന്ധങ്ങൾ നമുക്കറിയാം. ഒത്തിരി TV വ്യൂയിങ് ഉള്ള വീടുകളിൽ ചിലപ്പം നമ്മുടെ തന്നെ കുടുംബങ്ങളിൽ കാണാൻ പറ്റും. നമ്മൾ പിള്ളേരോട് എന്തെങ്കിലും ചോദിക്കാനോ എന്തെങ്കിലും സംസാരിക്കാൻ ശ്രമിച്ചാൽ ആ സമയത്ത് അവർക്കൊരു ചെറിയ ഇറിറ്റേഷനാണ്. വലിയൊരു TV ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് കൊച്ചു കുട്ടികൾ അമ്മ എനിക്ക് ഇച്ചിരി വെള്ളം തരുമോ, അല്ലെ അത് തരുമോ ഇത് തരുമോ, അല്ലെ അച്ഛനോട് വല്ലതും ചോദിക്കുമ്പം നമുക്ക് കാണാൻ പറ്റും റിഫ്ലെക്സ് ആയിട്ട് ആ ഒരു ഇറിറ്റേഷൻ വരുന്നത്. ബിക്കോസ് നോബഡി വാണ്ട്സ് ടു ബി ഇൻറ്ററപ്റ്റഡ് ഫ്രം ദിയർ TV വ്യൂയിങ്. ദാറ്റ് ഈസ് റിയലി ഇൻ എ വേ ഇഫ് വി ഹാവ് സച്ച് എൻ ആറ്റിറ്റ്യൂഡ് then it can break relationships. It can decrease interaction. അതിൻ്റെ നേരെ മറിച്ച് ഒരു കുടുംബം മൊത്തം ഒരുമിച്ച് ഒരേ സംഭവം കണ്ടുകൊണ്ടിരിക്കുക, അതിനെപ്പറ്റി അത് കാണുന്നു, ശ്രദ്ധിക്കുന്നു, അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നു, ഒരു റിലാക്സ്ഡ് ഒരു ഇൻ്റർചേഞ്ച് നടക്കുമ്പോഴത്തേക്കിന് അത് ഭയങ്കരമായിട്ട് ആ കുടുംബത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ ബിൽഡപ്പ് ചെയ്യുന്നു. അപ്പോൾ TV can help improve interpersonal relationships if it's used in the right way. പ്ലസ് ഞാൻ നേരത്തെ എപ്പിസോഡിൽ സൂചിപ്പിച്ച പോലെ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റാത്ത പല ടോപ്പിക്സ് നമ്മൾ TV-യിൽ കാണുമ്പോഴത്തേക്കും അത് ചർച്ച ചെയ്യാൻ പറ്റുന്നൊരവസ്ഥ. ചിലപ്പം ടോപ്പിക്സ് ഓൺ സെക്ഷുവാലിറ്റി, ടോപ്പിക്സ് ഓൺ സം ഓഫ് ദ സ്റ്റഫ് ദാറ്റ് ഇസ് ഷോൺ, പലതും നമുക്ക് ആ സമയത്തായിരിക്കും ഒരു ഓപ്പണിംഗ് കിട്ടുന്നത് നമ്മുടെ മക്കളായിട്ട് ഒരു ഹെൽത്തി രീതിയിൽ അത് എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് പഠിപ്പിക്കാനായിട്ട്. വേറൊരു സംഭവം പഠനങ്ങൾ കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പിള്ളേരിൽ അഗ്രസീവ് ബിഹേവിയറും ബുള്ളിങ് എന്ന് പറഞ്ഞാൽ വേറൊരാളെ ഭയങ്കരമായിട്ട് കൊച്ചാക്കി അവരെ ചിലപ്പം ശാരീരികമായിട്ട് അല്ലെ വാക്കിനാൽ അവരെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്ന രീതി. ഈ ബുള്ളിങ് ടെൻഡൻസി, ഇഫ് ചിൽഡ്രൻ ആർ വാച്ചിങ് ടു മച്ച് ഓഫ് അഗ്രസീവ് മൂവീസ്, ഒത്തിരി വയലൻസ് ഉള്ള ഇത് കാണിക്കുമ്പം ഇതെല്ലാം അവരുടെ ഗ്രൂപ്പ്സിൽ കാണാം. അടുത്തത് പിള്ളേരിൽ വണ്ണം കൂടുന്നു. കൂടുതലും ഈ അഡ്വർടൈസിങ്ങും കമേഴ്ഷ്യൽസും വഴിയാണ്. അതിനെപ്പറ്റി കൂടുതൽ അടുത്ത എപ്പിസോഡിൽ പറയാം. ദെൻ വേറൊരു സംഭവം, ഈ ഒത്തിരി TV കണ്ടുകൊണ്ടിരിക്കുമ്പം തമ്മിലുള്ള ഇൻറ്ററാക്ഷൻസ് കുറയുന്നുണ്ട്. ദ സ്കിൽ ടു ഹാൻഡിൽ എ കൺവെർസേഷൻ. ഇപ്പം ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് നമ്മൾ സ്കൂളിൽ നിന്ന് തിരിച്ച് വന്ന മമ്മി അങ്ങ് എത്തുമ്പോഴത്തേക്കിന് നമ്മളിങ്ങനെ നോൺ സ്റ്റോപ്പ് സ്കൂളിൽ ഇങ്ങനെ നടന്നു അങ്ങനെ നടന്നു, മമ്മിയുടെ ഓഫീസിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയും. ദാറ്റ് വാസ് ഇറ്റ്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. Children, I have to be careful to make sure that my children are interacting first with me. Otherwise, the first tendency actually is to go towards the TV. But because എനിക്ക് ഇതിൻ്റെ ഇഫക്റ്റ് ഇങ്ങനെ അറിയാവുന്നതുകൊണ്ട് ഞാനത് പതുക്കെ മാനിപ്പുലേറ്റ് ചെയ്ത് അവരെ മാറ്റി കുറച്ച് നേരം അവരെ കളിക്കാനും ഇതിനൊക്കെ വിട്ടിട്ടാണ് അവർ ഇച്ചിരി നേരം TV കാണാൻ വിടുന്നത്. അതും വളരെ മോണിറ്റർ what they are going to watch. I always make sure I know before I let them watch. But things have changed. പല വീടുകളിൽ children are busy watching the TV. സ്കൂളിൽ എന്ത് പറ്റി മോനെ എന്ന് ചോദിച്ചാൽ those may be the sounds, the maximum communication that you get from the parent, from the child. പിന്നെ പല പേരൻസിനും ഒത്തിരി പണികളുള്ളതുകൊണ്ട് they have a tendency
എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ കൊച്ചിനെ ടി വിയുടെ മുമ്പിൽ ഇരുത്തിയിട്ട് അവരുടെ പണിക്ക് പോകും. അപ്പോൾ കൊച്ചു വേറെ പ്രശ്നങ്ങളിൽ കയറത്തുമില്ല, അവിടെ സുഖമായിട്ടിരിക്കും. അമ്മയ്ക്കും ആശ്വാസം, അപ്പനും ആശ്വാസം. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഇഫ് ദേ ആർ വാച്ചിങ് സംതിങ് വിച്ച് ഈസ് ഹെൽപ്ഫുൾ ആൻഡ് കൺസ്ട്രക്റ്റീവ്, ഗുഡ്. ബട്ട് ഈവൻ ദെൻ നമ്മളത് ആ ടെൻഡൻസി ഒത്തിരി കുറയ്ക്കണം. എന്താന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രശ്നം ഉണ്ടാവും. നമുക്ക് കൂടുതലും ഇവരെ അങ്ങനെ ഇരുത്തി വിടാനും നമ്മുടെ കാര്യത്തിലോട്ട് ലയിച്ച് പോകാനുള്ള ഒരു വലിയ ടെൻഡൻസി വന്ന് നമ്മളും കുട്ടികൾ തമ്മിലുള്ള വലിയ ഗ്യാപ്പ് വരാൻ സാധ്യതയുണ്ട്. വല്ലപ്പോഴും ഇച്ചിരി നേരത്തിന് ഒരു 20 മിനിറ്റ് 25 മിനിറ്റിന് നമ്മളൊരു കുട്ടിയെ അങ്ങനെ ഇരുത്തി നല്ലൊരു പ്രോഗ്രാം കാണിച്ചുകൊണ്ടിരുന്നാൽ കുഴപ്പമില്ല. പക്ഷെ ഇതൊരു സ്ഥിരം പരിപാടിയായ your relationship with your child is definitely going to be affected. ഒരു കാലം വരും നമ്മൾ കൊതിക്കും അവരെന്തെങ്കിലും ഒന്ന് പറയാൻ. അന്ന് they are already stuck with the TV. ഈവനിങ് സോഷ്യലൈസേഷൻ. ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കും ആരെങ്കിലും വിസിറ്റേഴ്സ് വരും, അല്ലെങ്കിൽ നമ്മളൊക്കെ വേറെ എവിടെയെങ്കിലും വിസിറ്റിങ്ങിനൊക്കെ പോകും. ക്രിസ്മസും ഈസ്റ്ററും ഓരോ ഫീസ്റ്റ് ഡേയ്സൊക്കെ വരുമ്പോഴത്തേക്കിന് പഴയ കാലത്തിൽ അങ്ങോട്ട് വീടുകളിൽ എല്ലാവരും കയറി ഇറങ്ങുമായിരുന്നു. ഇന്നെങ്ങനെയാണ്? അടുത്തൊരു പരിപാടി ടി വി കാണാനുള്ളതുകൊണ്ട് പീപ്പിൾ പ്രിഫർ ടു സിറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ടി വി റാദർ ദാൻ ഗോ ആൻഡ് വിസിറ്റ് ദെയർ ലവ്ഡ് വൺസ് ആൻഡ് ദെയർ നിയർ ആൻഡ് ഡിയർ വൺസ്. യെസ് ഓർ നോ? അപ്പം വി ആർ നോട്ട് റിയലൈസിങ് നമ്മുടെ എൻറ്റയർ സോഷ്യൽ സിസ്റ്റമിൽ ആ ഒരു ഇൻറ്ററാക്ഷൻസ് ഒത്തിരി മാറി വരുന്നുണ്ട്. അതുകൊണ്ട് കുടുംബങ്ങളിൽ ആ ഒരു ലോയൽറ്റിയും ആ ഒരു ആ ക്ലോസ്നെസ് ഒത്തിരി കുറയാൻ തുടങ്ങുന്നു. അടുത്ത പിള്ളേർക്ക് ബാധിക്കുന്ന ഒരു വലിയ ഘട്ടമാണ് കണ്ണ് സ്പെഷ്യലിസ്റ്റുകൾ, ഐ സ്പെഷ്യലിസ്റ്റുകൾ പറയുന്ന കാര്യങ്ങൾ ഞാൻ 5-6 പോയിന്റ്സ് ഒന്ന് പെട്ടെന്ന് ഓടിച്ച് പറയട്ടെ. ഒന്ന്, നമ്മുടെ കണ്ണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു ഫ്ലാറ്റ് സ്ക്രീനിൽ ഒത്തിരി നേരം നോക്കാൻ വേണ്ടിയിട്ടുള്ള ഡിസൈൻ അല്ല. ഇറ്റ് ഈസ് നോട്ട് മെൻറ്റ് ടു ബി വാച്ചിങ് എ ഫ്ലാറ്റ് സ്ക്രീൻ അറ്റ് മിഡ് വേ ഡിസ്റ്റൻസ് ഫോർ സോ ലോങ്. അതുകൊണ്ട് ദിസ് ഈസ് എസ്പെഷ്യലി ഫോർ ഓൾ ദ മോർ ഫോർ ലിറ്റിൽ ചിൽഡ്രൻ ആൻഡ് ഇൻഫൻസ്. അതുകൊണ്ടാണ് പറയുന്നത്, ഒരിക്കലും കുട്ടികളെ നമ്മുടെ മടിയിലിരുത്തി നമ്മൾ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ കൈക്കുഞ്ഞ് പോലും അറിയാതെ ടി വിയിൽ കാണും. അതിൻ്റെ ഗ്ലെയറും എല്ലാം കുഞ്ഞിൻ്റെ കണ്ണിനെ ബാധിക്കും. 2, ഈ പിള്ളേരുടെ റീഡിങ് എബിലിറ്റിയും ഈ ലേണിംഗ് എബിലിറ്റി ഒത്തിരി നേരം ഇങ്ങനെ കമ്പ്യൂട്ടറിൽ നോക്കി ചിലപ്പം അവരുടെ ഹോംവർക്കും അവരുടെ പ്രോജക്റ്റ് വർക്കൊക്കെ ആയിരിക്കും ചെയ്യുന്നത്, അല്ലെ കമ്പ്യൂട്ടർ ഗെയിംസ് ആയിരിക്കും കളിക്കുന്നത്, അല്ലെ എന്തെങ്കിലും അങ്ങനെ കമ്പ്യൂട്ടറിൽ ചെയ്യോ, അല്ലെ ഒത്തിരി നേരം അവർ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് അവരുടെ ആ റീഡിങ് സ്കിൽസ് കുറയുന്നു, അവരുടെ ഇൻടേക്ക് കുറയുന്നു. 3, ഒത്തിരി നേരം ഈ ഫ്ലാറ്റ് സ്ക്രീനിൽ ഇമേജസ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് പിള്ളേർക്ക് വേറൊരു പ്രോബ്ലം ഉണ്ട്. നമ്മുടെ കണ്ണിന് ദൂരെ നോക്കി പിന്നെ അടുത്ത് നോക്കാനുള്ള ഒരു അക്കമഡേറ്റിംഗ് സിസ്റ്റം ഈ മസിൽസിലുണ്ട്, കണ്ണിൻ്റെ മസിൽസിലുണ്ട്. But what happens is when you're spending a whole long time looking at a fixed distance like this, ഈ ഒരു അക്കമഡേറ്റിംഗ് കപ്പാസിറ്റിൻ്റെ ആ ഒരു എഫിഷ്യൻസി കുറയാൻ തുടങ്ങുമ്പോഴത്തേക്കും ഇത് പിള്ളേരെങ്ങനെയാണ് കാണിക്കുന്നത്? അവർ ക്ലാസ് റൂമിൽ ഡെസ്കിൽ ഇരുന്ന് അവർ എഴുതിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് ബോർഡിൽ നോക്കണം, ബുക്കിൽ നോക്കണം, ബോർഡിൽ നിന്ന് കോപ്പി ചെയ്യണം, ബുക്കിലോട്ട് കോപ്പി ചെയ്യണം. ഈ ഒരു സിസ്റ്റം that starts, those who have long hours of TV time have a problem with this kind of accommodation. So what happens? അവരെ ലൈൻസ് ഒക്കെ തെറ്റിച്ച് എഴുതും. ഈ ഫസ്റ്റ് ലൈൻ എഴുതിയിട്ട് അവർ അടുത്ത് എഴുതുന്ന 3ാമത്തെ ലൈനൊക്കെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലം വരാം. ഇത് ഹെവി ടി വി വ്യൂയിങ്ങിലും വരാം, നമ്മുടെ ബേസിക്കലി കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും വരാം. അടുത്തത്, പല പിള്ളേരുടെ ചില ഐ മസിൽ പഠനങ്ങൾ കാണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒത്തിരി ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന 10 വയസ്സുള്ള പിള്ളേരുടെ ഒരു ഗവേഷണത്തിൽ അവരുടെ ഐ മൂവ്മെൻറ്റ് കപ്പാസിറ്റി, 10 വയസ്സുള്ള പിള്ളേർ ഷുഡ് ബി ഹാവിങ് വെരി ഗുഡ് ഐ മൂവ്മെൻറ്റ് കപ്പാസിറ്റി. പക്ഷേ ഈ ഐ മൂവ്മെൻറ്റ് കപ്പാസിറ്റി ശരിക്കും ഒരു 50 വയസ്സുള്ള ആളുടെ ഒരു ഡീജനറേഷൻ കാണിക്കുന്നുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, we have to understand the importance of these findings. The efficiency that you expect at 10 years old had come down to the level of a 50-year-old where it is less efficient. അടുത്തത് കണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, ദൈവം ഈ കണ്ണുകൾ സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു 3-dimensional ലോകത്തിൽ ജീവിക്കാനാണ്. ഈ 3-dimensional ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മളുടെ പുറത്തൊക്കെ നമ്മളെ ചുറ്റും പറ്റിയുള്ള ജീവിതമാണ് ഈ 3-dimensional ജീവിതം. പക്ഷെ നമ്മൾ മണിക്കൂറുകൾ ഈ സ്ക്രീനിൻ്റെ മുമ്പിൽ, അത് കമ്പ്യൂട്ടർ ആകാം, അല്ലെ
ടി വി ആകാം, എന്താണെങ്കിലും ഈ ഫ്ലാറ്റ് സ്ക്രീൻസിലെ മണിക്കൂറുകൾ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കിന് നമ്മുടെ ഈ 2-dimensional വിഷനാണ് ഇത്. ഈ ടി വി സ്ക്രീൻ എന്നൊക്കെ പറഞ്ഞാൽ 2-dimensional വിഷനാണ്. സോ our eyes really have a tough time and we give our visual system a big strain. And it has also been found, പല പിള്ളേർ അവരുടെ കണ്ണിൻ്റെ പ്രശ്നങ്ങൾ പറയാറില്ല. കുട്ടികളായതുകൊണ്ട് അവർ വിചാരിക്കുന്ന ലോകം എല്ലാം, എനിക്ക് ഷോർട്ട് സൈറ്റ് ഉണ്ട്, ജന്മന ആക്ച്വലി ഒരു പ്രോബ്ലം ഉണ്ട്, പക്ഷേ ഞാൻ അത് തിരിച്ചറിഞ്ഞില്ല. ഐ അണ്ടർസ്റ്റുഡ് ഇറ്റ് ഓൺലി ബൈ ദ ടൈം ഐ വാസ് 11 years old. അതുവരെ ഐ യൂസ് ടു തിങ്ക് എവറിബഡി യൂസ് ടു സീ ലൈക്ക് മീ എന്നാണ് വിചാരിച്ച്, എല്ലാം മങ്ങിയായിരുന്നു എല്ലാവർക്കും എന്ന് വിചാരിച്ചു. അതേപോലെ പിള്ളേരിലും പല പിള്ളേർ അത് കംപ്ലയിൻറ്റ് പറയത്തില്ല, പക്ഷേ അവരുടെ പല ബിഹേവിയേഴ്സ് കാണുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും. ചില പിള്ളേർ സ്കൂളിൽ തന്നെ, ഇപ്പോൾ ഒരു സ്റ്റഡിയിൽ അവർ കണ്ടുപിടിച്ച് 21 പിള്ളേരെ ഒരു സ്കൂളിൽ നിന്ന് പിരിച്ചുവിട്ടു. അതിൽ നിന്ന് അവർ പിന്നെ പഠിച്ച് മനസ്സിലാക്കി വന്നെന്ന് പറഞ്ഞാൽ അതിൽ 17 പേർക്ക് കണ്ണ് പ്രോബ്ലം ഉണ്ടായിരുന്നു. ആ കണ്ണ് പ്രോബ്ലം ഉള്ളതുകൊണ്ടായിരുന്നു അവർക്ക് ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റാത്തത്, പഠിത്തം ശരിയാകാൻ പറ്റാത്തത്, റെസ്റ്റ്ലെസ് ആവുന്നു, വേറെ പല പ്രശ്നങ്ങൾ. സോ ബിഹേവിയർ പ്രോബ്ലംസ് ഇൻ ക്ലാസ്, ഡിയർ ടീച്ചേഴ്സ് ആൻഡ് ഡിയർ പേരൻസ്, can be due to visual problems and can be related to heavy TV viewing. പിന്നെ നമുക്ക് ചില സിഗ്നൽസ് കിട്ടും നമ്മുടെ മക്കളിൽ ഒരു ഓവർഡോസ് ആണ്, മാധ്യമങ്ങളുടെ ഒരു ഓവർഡോസ് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഒന്ന്, അത്യാവശ്യം പഠിത്തത്തിൻ്റെ ഒരു എബിലിറ്റി ഉള്ള പിള്ളേർക്ക് പുവർ അക്കാഡമിക് പെർഫോമൻസ്, അവരുടെ ആ ലെവൽ വരെ പെർഫോം ചെയ്യുന്നില്ല. 2, അവർ ഭയങ്കരമായിട്ട് ഈ സമപ്രായക്കാരോടും എന്താ പറയുക, അതേ പ്രായത്തിലുള്ള അവരുടെ കൂടെ ബ്രദേഴ്സും സിസ്റ്റേഴ്സിനോട് സില്ലി കാര്യത്തിന് ഭയങ്കര അടി ഇടി ആ ഒരു ടെൻഡൻസി. ഇപ്പം സാധാരണ ഒരു 5-6 വയസ്സ് തൊട്ട് ഒരു 10-12-11 വയസ്സ് വരെയുള്ള ആൺകുട്ടികൾക്ക് ഈ ഒരു ടെൻഡൻസി സ്വാഭാവികമായിട്ടുണ്ട്. ഒരു അഗ്രസീവ് ബിഹേവിയർ ഇസ് സ്ലൈറ്റ്ലി ഹൈ ഡ്യൂറിങ് ദിസ് പീരിയഡ്. ആൻഡ് ദെൻ ഒരു 10-11 വയസ്സാകുമ്പോൾ ഒരു ചെറിയ പക്വത വന്ന് ഇറ്റ് ടേപ്പേഴ്സ് ഓഫ്. I saw it even in my own brother, between my brother and me. ചെറിയ കാര്യത്തിന് തോണ്ടുന്നു പിടിക്കുന്നു. But that is not directly related to TV viewing. ഇത് അവരുടെ ഒരു ബേസിക് ബിഹേവിയറാണ്. ഇത് ടി വി വ്യൂവിങ് കൂടെ കൂട്ടി വരുമ്പോഴത്തേക്കിന് ഇറ്റ് ക്യാൻ റീച്ച് വെരി ബാഡ് പ്രൊപ്പോർഷൻസ് ഇൻ ദ ഫാമിലി. അടുത്തത്, കുട്ടികൾ ഭയങ്കരമായിട്ട് പേടി സ്വപ്നങ്ങൾ കാണുന്നു. ഒരു ഫാക്ടർ ക്യാൻ ബി ടി വി വ്യൂവിങ് ആൻഡ് സം ഓഫ് ദോസ് ഫ്രൈറ്റനിങ് മൂവി തിങ്സ് ദാറ്റ് ദേ സീ. നമുക്ക് ഫ്രൈറ്റനിങ് തോന്നാത്ത പല കാര്യങ്ങൾ പിള്ളേർക്ക് ഫ്രൈറ്റനിങ് ആകാം. അടുത്തത്, when they start taking a lot of unhealthy foods, എനിക്ക് ഈ ചിപ്സ് വേണം, എനിക്ക് ആ സോഫ്റ്റ് ഡ്രിങ്ക്സ് വേണം, ഇത് വേണം, അത് ആ ഒരു ടെൻഡൻസി വരുന്ന പിള്ളേർ നമ്മൾ മനസ്സിലാക്കുക, മാധ്യമങ്ങൾ വഴി അവരുടെ ഭക്ഷണ രീതിയിൽ സ്വാധീനം വന്നിരിക്കുന്നു. അവർക്ക് നോർമൽ മീൽ കാണുമ്പോഴേ വെറുപ്പായിരിക്കും. അടുത്തത്, യുവജനങ്ങൾ കൂടുതലും ഈ സ്മോക്കിംഗ്, ആൽക്കഹോൾ അതിലോട്ടൊക്കെ പോകാൻ തുടങ്ങുകയാണെങ്കിൽ ചെക്ക് ഔട്ട് ഇഫ് മാധ്യമങ്ങളും അല്ലെ ഒത്തിരി മാധ്യമങ്ങൾ ഇൻഫ്ലുവൻസ് ഉള്ള കൂട്ടുകാരാണോ അവരുടെ കൂട്ടുകെട്ട്. പിന്നെ സെക്ഷുവൽ അഡ്വെഞ്ചറിസം. പല പിള്ളേർ ഞാൻ ഒരിക്കലും ഇതൊക്കെ ഈ രീതിയിൽ പോകത്തില്ല, അല്ലെ ഞാൻ ഈ രീതിയിൽ ഞാൻ സെക്ഷുവലായിട്ട് ഈ രീതിയിൽ പെരുമാറത്തില്ല എന്ന് വിചാരിക്കുന്ന പല പിള്ളേർ ഈ മാധ്യമങ്ങൾ കണ്ട് ഇതിലെന്താ ഇത്രയും വിഷയം, എന്തുകൊണ്ട് ആകണ്ടെന്ന് വിചാരിക്കുന്ന ധാരാളം പിള്ളേർ ഇങ്ങനെ പല പ്രശ്നങ്ങളിൽ പെട്ടുപോയിട്ടുണ്ട്. ഇത് ഞാൻ വരുന്ന എപ്പിസോഡുകളിൽ കൂടുതൽ സംസാരിക്കും, അതുകൊണ്ട് ഇവിടെ ഞാൻ അധികം സംസാരിക്കുന്നില്ല. ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം ധാരാളം ഗവേഷണങ്ങൾ കഴിഞ്ഞ് അമേരിക്കൻ അസോസിയേഷൻ ഓഫ് പീഡിയാട്രിക്സ് തന്നിരിക്കുന്ന ചില പോയിന്റ്സ് ആണ്. അപ്പം നമ്മൾ നമ്മുടെ മക്കളിൽ അല്ലെ ഇതൊക്കെ നമ്മുടെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം. സോ ദാറ്റ് ദേ ആർ അവെയർ ദാറ്റ് ദീസ് ആർ ദി ഇഫക്ട്സ് ദാറ്റ് ആർ ഹാപ്പനിങ് ഓൺ ദെം ആൻഡ് ദാറ്റ് വിൽ മോട്ടിവേറ്റ് ദെം ടു കട്ട് ഡൗൺ ഓൺ ദെയർ ടി വി വ്യൂയിങ്. കുറേ സർവേസ് അമംഗ് പേരൻസ് ഇൻ്റർനാഷണൽ ലെവലിൽ ചെയ്തിട്ടുണ്ട്. കൈസർ സ്റ്റഡി എന്നൊക്കെ പറഞ്ഞ ഒത്തിരി സ്റ്റഡീസ് ഉണ്ട്. അതിൽ കുറേ സ്റ്റഡീസിൻ്റെ ഫൈൻഡിങ്സ് ഞാൻ ഒരുമിച്ചൊന്ന് പറയട്ടെ. ഒന്ന്, majority of the parents do not often use active strategies to limit media time or content. മിക്ക പേരൻസ് ലോകമെമ്പാടും നമ്മളൊരു ക്രോസ് സെക്ഷൻ സ്റ്റഡി ചെയ്യുമ്പോഴത്തേക്കിന് മിക്ക പേരൻസ് കുട്ടികളുടെ ടി വി വ്യൂയിങ്ങും കമ്പ്യൂട്ടർ വ്യൂയിങ്ങും ഇൻ്റർനെറ്റ് വ്യൂയിങ്ങും ഒക്കെ ശ്രദ്ധിക്കാറുമില്ല. എന്ത് കാണുന്നു, എത്ര കാണുന്നു ഒന്നും ശ്രദ്ധിക്കാറില്ല. 2, കുടുംബത്തിൽ ഒരു പേരൻറ്റ് മാത്രമുള്ള കുടുംബങ്ങളിൽ ഈ ഒരു പ്രോബ്ലം ഇച്ചിരൂടെ കൂടുതലാണ്. എന്താണെന്ന് പറഞ്ഞാൽ ഒരേ പേരൻറ്റിന് എല്ലാം ബാധ്യതകൾ തീർക്കേണ്ടി വരുന്നുണ്ട്, അവർക്ക് കുട്ടികളുടെ ഈ ഒരു കാര്യം ശ്രദ്ധിക്കാൻ പറ്റാതെ പോകുന്നു. മറ്റത് 2 പേരൻസും കൂടെ ഉള്ള കുടുംബം ആകുമ്പോഴത്തേക്കിന് മാറി അവർക്കത് നോക്കാൻ പറ്റും. 3,
മിക്ക 7 വയസ്സിൻ്റെ മുകളിലുള്ള പിള്ളേർക്ക് ആരും കൂടെ ഇരുന്ന് ടി വി കാണാറുമില്ല, അവരെന്ത് കാണുന്ന ഒരു അറിവുമില്ല. ആൻഡ് അടുത്തത് അവർ കണ്ടുപിടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താവ്, അപ്പനും അമ്മ തമ്മിൽ തന്നെ ആറ്റിറ്റ്യൂഡ് വ്യത്യാസങ്ങൾ. അപ്പൻ അല്ലെ അമ്മ, ഏതെങ്കിലും ഒരാൾ വിചാരിക്കും എല്ലാം കണ്ടു വളരട്ടെ, അപ്പോൾ അവിടെ തന്നെ ചില പ്രശ്നങ്ങൾ. എന്താണെന്ന് പറഞ്ഞാൽ അമ്മ കൂടുതൽ അവർ കണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അമ്മമാരാണ് ഇച്ചിരി ഭയങ്കര വയലൻസ് ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് ടി വി ചാനലുമൊക്കെ മാറ്റി കൊടുക്കുന്നത്. ആൻഡ് സാധാരണ ഈ വയലൻസിനെ കാട്ടി കൂടുതൽ അവർ എന്തെങ്കിലും സെക്ഷൽ കണ്ടൻറ്റ് കാണുമ്പോഴാണ് മാറ്റുന്നത്. അവർ മനസ്സിലാക്കുന്നില്ല വയലൻസും സെക്ഷൽ കണ്ടൻറ്റ് രണ്ടും ഒരേപോലെയാണ് പിള്ളേരെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നതും അവരെ കൺഫ്യൂസ്ഡ് ആക്കുന്നതും. അതുകൊണ്ട് സാധാരണ പറയാറുള്ളതെന്ന് പറഞ്ഞാൽ 2 പേരൻസിനും മനസ്സിലാക്കണം, ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്, ഇത് പിള്ളേരെ ബാധിക്കുന്നു. ഗ്രാൻഡ് പേരൻസ്, വീട്ടിലിരിക്കുന്ന ഗ്രാൻഡ് പേരൻസ്, കുട്ടികളെ വളർത്തുന്ന ഗ്രാൻഡ് പേരൻസ്, വലിയപ്പച്ചൻ വലിയമ്മച്ചിമാർ, വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങൾ കൊച്ചുകുട്ടികൾ അടുത്ത് വന്ന് ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ ഓർക്കാം ഇവരൊന്നും മനസ്സിലാകുന്നില്ലെന്നോ. പക്ഷെ അവർ മനസ്സിലാക്കുന്നതല്ല നമ്മൾ മനസ്സിലാക്കുന്നത്. ആൻഡ് അത് അവരെ തീർച്ചയായിട്ടും ബാധിക്കും. അവരോട് നമ്മൾ ഇച്ചിരി സ്നേഹം കരുതലുണ്ടെങ്കിൽ നമ്മൾ ആ ടി വി വ്യൂയിങ് ടൈം തന്നെ മാറ്റും. അവർ അവിടെ അടുത്ത് വരാത്തപ്പോഴൊക്കെ ആയിരിക്കും നമ്മൾ ടി വി കാണാൻ ശ്രമിക്കുന്നത്. അമേരിക്കൻ അസോസിയേഷൻ ഓഫ് പീഡിയാട്രിക്സിൻ്റെ ചില റെക്കമെൻഡേഷൻസ് ഉണ്ട്. ഹൗ ടു വാച്ച് വൈസ്ലി, വിവേകപൂർവ്വമായിട്ട് എങ്ങനെയാണ് നമുക്ക് മാധ്യമം ഉപയോഗിക്കാൻ പറ്റുന്നതും ഹൗ വി ക്യാൻ ഹെൽപ്പ് ദ ചിൽഡ്രൻ ടു ലേൺ. 1, നോ ദ ഷോസ് യുവർ ചിൽഡ്രൻ ആർ വാച്ചിങ്. എന്തൊക്കെയാണ് നമ്മുടെ കുട്ടികൾ കാണാറുള്ളത്, എന്ത് ടൈപ്പ് ഓഫ് ഷോസാണ് കാണുന്നത്, എന്ത് ടൈപ്പ് ഓഫ് സീരിയൽസാണ് കാണുന്നത്, എന്ത് ടൈപ്പ് ഓഫ് വീഡിയോ ക്ലിപ്പിംഗ്സാണ് കാണുന്നത്. 2 എന്ന് പറഞ്ഞാൽ കോ വ്യൂവിങ്, കൂടെ അമ്മയോ അപ്പനോ ആരാണ് ഒരു എൽഡർ ഒരാൾ കൂടെ ഇരിക്കുക. എന്നിട്ട് ഈ പിള്ളേരിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പം അവരോട് പതുക്കെ ചോദിക്കുക, എന്താണ് ഈ സീൻ കണ്ടപ്പോൾ നിനക്ക് എന്ത് തോന്നി. അപ്പം നമുക്ക് അതിൽ നിന്ന് കുറച്ച് ഫീഡ്ബാക്ക് കിട്ടും, ഇവർ എന്ത് രീതിയിലാണ് ഇവരുടെ ചിന്ത പോകുന്നത്. ആൻഡ് എന്ത് ഇഷ്ടപ്പെട്ടു എന്ത് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ചോദിക്കുക. പിന്നെ അവരോട് ചോദിക്കുക, ഈ ക്യാരക്ടർ ഇന്ന ഇത് കാണിച്ച ക്യാരക്ടർ എന്തായിരിക്കും മനസ്സിൽ തോന്നിയത്. അങ്ങനെയൊക്കെ ചിന്തിപ്പിക്കുമ്പം ഇതൊരു പാസീവ് ഒരു എക്സസൈസ് ആകാതെ പിള്ളേർക്ക് അതിൽ നിന്ന് പഠിക്കാൻ പറ്റും പല കാര്യങ്ങൾ. 3, ചോദിക്കുക, ഇവർക്ക് ഇതിപ്പം കണ്ടുകൊണ്ടിരുന്നത് അത് ശരിക്കും സത്യമാണോ അല്ലയോ. അപ്പോൾ അവർക്കത് ഒന്ന് ചിന്തിക്കാനൊരു അവസരമാണ്. ഇത് ശരിക്കും ഫോട്ടോഗ്രാഫി ആണോ, അല്ലെ ഇത് ശരിക്കും അവർക്ക് സത്യമായിട്ട് തോന്നി അവരത് കംപ്ലീറ്റ് അതുപോലെ അങ്ങ് ഉൾക്കൊണ്ടതാണോ. നമ്മൾ ഈ ചോദിക്കുമ്പോൾ തന്നെ ആയിരിക്കും പല പ്രാവശ്യം അവർ അത് ഡീകോഡ് ചെയ്തതോ ഇത് സത്യം അല്ലല്ലോ എന്ന് തിരിച്ച് അറിയാൻ പറ്റുന്നത്. പിന്നെ എന്തെങ്കിലും അവർക്ക് ഭയങ്കര കൺഫ്യൂസിങ്ങോ ഭയങ്കര അസ്വസ്ഥ ആയിട്ട് തോന്നിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് തുറന്നു പറയാനായിട്ടുള്ള ഒരു ഫ്രീഡം അവർക്ക് കൊടുക്കണം. നമ്മൾ ഒരിക്കലും അവരിങ്ങനെ അത് എനിക്ക് അസ്വസ്ഥമായിട്ട് തോന്നിയപ്പോഴത്തേക്കും വളരെ ഒരു കാം രീതിയിൽ നമ്മളത് കേട്ട് മനസ്സിലാക്കണം. റാദർ ദാൻ എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ദേ വിൽ നെവർ ടു ഓപ്പൺ അപ്പ് ടു അസ്. നെക്സ്റ്റ്, നമ്മൾ ഇവരോട് സംസാരിക്കുമ്പം ഇവരെ ഒരുമാതിരി ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതി, നമ്മൾ ചൊരിഞ്ഞ രീതി എന്ന് പറയത്തില്ല, എങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന അവർ ഒരു മെൻ്റൽ ബ്ലോക്ക് അങ്ങിടും. അത് നമ്മളുടെ കുട്ടികളുടെ കണ്ണിലോട്ട് നോക്കിയാൽ മതി, നമുക്ക് മനസ്സിലാവും അവർ ആന്ന് പറയുന്നുണ്ടെങ്കിലും അവരെ നമ്മളെ ഒന്നും ശ്രദ്ധിക്കുന്ന പോലുമില്ല. സോ പ്രിയപ്പെട്ടവരെ, നമുക്ക് കുറച്ച് വിവേകപൂർണ്ണം ആയിട്ട് വേണം ഇത് കൈകാര്യം ചെയ്യാൻ. അവർക്ക് ദേഷ്യം തോന്നാത്ത രീതിയിലും അവർക്ക് ഇറിറ്റേഷൻ തോന്നാത്ത രീതിയിലും. അടുത്തത്, നമ്മൾ പിള്ളേരോട് ഇത് കാണണ്ട അത് കാണണ്ട എന്ന് പറയുന്നേ കാട്ടി ബെറ്ററാണ് എന്തുകൊണ്ട് ഇത് കാണണ്ട എന്ന് നമുക്ക് തോന്നുന്നു എന്നുള്ളൊരു ഡിസ്കഷൻ ലെവൽ. പല പേരൻസ് പറയുന്നത് നിങ്ങൾ എന്താ ഇത് കണ്ട ടിഷ് എന്ന് പറഞ്ഞ് പോയി ഓഫ് ആക്കും റിമോട്ട് അല്ലെ whatever. This really infuriates the children. Instead of that, we can say, can you just stop it for a moment? Let's just, I feel this should not be seen. അത് എന്തുകൊണ്ടാണെന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. ലാസ്റ്റിൽ നമ്മൾ പറയാ പിള്ളേരോട് ആദ്യമേ റൂൾ, മമ്മി ഡാഡി ആരെങ്കിലും ഒരു വീഡിയോ അല്ലെ ഒരു മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ കാണാവൂ, അല്ലാതെ അവർ കാണണ്ട. എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പല റേറ്റഡ് മൂവീസ് ആണെങ്കിൽ പോലും there are many things when we look we will realize we never would have wanted our children to see those things. ലാസ്റ്റിൽ നമ്മൾ തന്നെ ഒരു നല്ല എക്സാമ്പിൾ നമ്മൾ കാണിക്കണം. നമ്മൾ തന്നെ ടി വി അമിതമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. ഒരു ദിവസം ഒരു അവധി കിട്ടിയ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മാച്ച് കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നമുക്ക് നമ്മുടെ മക്കളോട് പറയാൻ ഒരു രീതിയിലും പറ്റത്തില്ല. എന്താന്ന് പറഞ്ഞാൽ അവരോർക്കും ഡാഡിയും മമ്മിക്കും കാണാമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് എനിക്ക് കണ്ടുകൂടാ. ആൻഡ് ദേ വിൽ നോട്ട് ബി ഏബിൾ ടു അക്സെപ്റ്റ് all this good discussion and healthy viewing that you are trying to tell them. ലാസ്റ്റിൽ
നമ്മൾ മനസ്സിലാക്കുക, പിള്ളേരുടെ ബെഡ്റൂമുകളിലോ പിള്ളേരുടെ പ്ലേ റൂമുകളിലെ ടി വി വെച്ചേക്കല്ലേ. പ്രിയപ്പെട്ടവരെ, there is no way you will be able to supervise it. And you need to understand that you are doing a big harm. അവരെ സ്നേഹം കാണിക്കുമല്ല, you are doing a bigger harm by giving them separate TVs for them to watch in their own rooms. നമ്മളുടെ ടെലിവിഷൻ വെക്കുന്ന സ്ഥലം വളരെ ഒരു എല്ലാവർക്കും കയറി ഇറങ്ങുന്നിടത്ത് വെക്കാതെ ഇച്ചിരി ഒഴിഞ്ഞു വെക്കുക. സോ ദാറ്റ് കൊച്ചു കുട്ടികൾ നേരെ കണ്ടുകൊണ്ടിരിക്കുന്നത് ടി വിയിലോട്ടല്ലായിരിക്കും. പക്ഷേ അവിടെയും നമുക്ക് ഇച്ചിരി വിവേകം വേണ്ടി വരും. ചിലപ്പം നമുക്ക് വലിയ സ്ഥലമൊന്നും ഇല്ലെങ്കിൽ നമ്മൾ അതനുസരിച്ച് ചെയ്യുക. ഈ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പം കണ്ണ് ഡോക്ടർമാർ സാധാരണ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മളുടെ സ്ക്രീനിൻ്റെ വീതിയിൽ നിന്ന് 8 പ്രാവശ്യം, ഇപ്പം നമുക്ക് ചെറിയ സ്ക്രീൻ ആണെങ്കിൽ അതിനളന്ന് 12 ഇഞ്ച് സ്ക്രീൻ ആണെങ്കിൽ ദാറ്റ് മച്ച് 12 into 8 അത്രയും ഡിസ്റ്റൻസ് ദൂരെ വേണം നമ്മൾ ഇരിക്കാനായിട്ട്. അപ്പം സ്ക്രീൻ വലുതായിക്കൊണ്ടിരിക്കുമ്പം നമ്മുടെ ഡിസ്റ്റൻസ് കൂടുതൽ ആയിരിക്കണം. So that 8 times the distance of the width of your TV screen. Only then ആ ഗ്ലെയർ കുറയ്ക്കാൻ പറ്റും. 2, പുറകിൽ നിന്ന് ഒത്തിരി റിഫ്ലക്ഷൻ വരുന്ന ഗ്ലെയർ ഒത്തിരി ഉള്ള സ്ക്രീനിലോട്ട് നമ്മൾ നോക്കിയാൽ നമ്മുടെ കണ്ണിന് ഒത്തിരി സ്ട്രെയിൻ കൂടുതലായിരിക്കും. അപ്പോൾ ഈ 2 കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. ഡോണ്ട് ലെറ്റ് ചിൽഡ്രൻ കം ക്ലോസ് ആൻഡ് വാച്ച് ദ ടി വി. മൂന്നാമത്തെ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, പിള്ളേർ ഇങ്ങനെ ഒറ്റ ഇരിപ്പിലങ്ങ് കണ്ടുകൊണ്ടിരിക്കും. നമ്മൾ ഇടയ്ക്ക് അവരെ ഓർപ്പിക്കണം ഇങ്ങനെ കണ്ണൊന്ന് ചിമ്മാനായിട്ട്. എന്താന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഐ സ്ട്രെയിൻ വരും. പിന്നെ ന്യൂസിൻ്റെ കാര്യം, ന്യൂസിൽ ധാരാളം വയലൻസ്, നമുക്ക് ഒത്തിരി ന്യൂസ് വരുമ്പോഴത്തേക്കിന് പല പിള്ളേർക്ക് ഒരു പേടിയും ഭയവും ഒക്കെയാണ്. പല പിള്ളേർക്ക് ഇതൊന്നും മനസ്സിലാകാൻ പറ്റാറില്ല. അതുകൊണ്ട് നമ്മൾ പിള്ളേരോട് അത് ഒരു എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. 8 വയസ്സിൻ്റെ താഴെയുള്ള പിള്ളേർക്ക് ടി വിയിൽ ഭീകരമായ ന്യൂസുകളൊക്കെ വരുമ്പോഴത്തേക്കിന് അവരെ ഇരിക്കുന്നതാണ് നല്ലത്. റീപ്ലേസ് കൂടുതൽ കാണിക്കാതിരിക്കുന്നതാണ് നല്ലത്. ബിക്കോസ് അത് കൂടുതൽ അവരുടെ തലച്ചോറിൽ പതിച്ചു വരും. പിന്നെ അവരെ മനസ്സിലാക്കി കൊടുക്കുക പല കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് എക്സെട്ര. ഇനി നമ്മുടെ കുടുംബത്തിൽ കുട്ടികൾ ഇല്ലെങ്കിൽ പോലും നമ്മൾ ടീച്ചേഴ്സ് ആയിരിക്കാം, നമ്മൾ പള്ളിയിലെ മേലധികാരികളായിരിക്കാം, നമ്മൾ യുവജന സംഘടനകളുടെ ലീഡേഴ്സ് ആയിരിക്കാം, ഒരു പക്ഷേ നമ്മൾ സഭ മേലധികാരികളായിരിക്കും. ഇത് ആരാണെങ്കിലും തീർച്ചയായിട്ടും നമുക്കൊരു വളരെ ആക്റ്റീവ് റോളുണ്ട്. നമ്മുടെ ഈ ജനറേഷൻസിനെ ദൈവത്തിന് വേണ്ടി ശുശ്രൂഷിച്ച് ദൈവത്തിനെ പദ്ധതിയിൽ വളർത്തണമെങ്കിൽ തീർച്ചയായിട്ടും റെസ്പോൺസിബിൾ വ്യൂവിങ് നമ്മൾ പഠിപ്പിച്ചേ പറ്റൂ, നമ്മളും പഠിച്ചേ പറ്റൂ. നമ്മളത് എന്തൊക്കെ വന്നാലും നമ്മുടെ പിതൃവേദികളും മാതൃജ്യോതിസുകളിലൊക്കെ വി ഷുഡ് include it even in our catechism. നമ്മുടെ സൺഡേ സ്കൂൾ കരിക്കുലമിലൊക്കെ നമ്മളിതൊക്കെ ആഡ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചു. ബിക്കോസ് നമ്മൾ കൂട്ടായ്മകൾ ഉണ്ടാക്കുമ്പോഴത്തേക്കിന് പോലും അപ്പന്മാരും അമ്മമാർ 2 പേരെയും അല്ല ഗ്രാൻഡ് പേരൻസിനെയും കൂടി ഉൾപ്പെടുത്തി വേണം ഈ മീറ്റിംഗ്സ് നടത്താൻ. എന്താന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ ഏതെങ്കിലും ഒരാൾ സഹകരിച്ചില്ലെങ്കിൽ ശരിക്കും കുടുംബത്തിലും കുട്ടികൾക്കും ധാരാളം അസ്വസ്ഥതയും ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് കോപ്പറേറ്റ് ചെയ്ത് വേണം ഇത് ചെയ്യാനായിട്ട്. നമ്മൾ ഡോക്ടർമാരാകാം, സ്കൂൾ കൗൺസിലർമാരാകാം, സൺഡേ സ്കൂൾ ടീച്ചർമാരാകാം. നമ്മൾ ഈ കുട്ടികൾ എന്തുമാത്രം ടി വി കാണുന്ന 3-4-5 ക്വസ്റ്റ്യൻസ് ഞാൻ പറയാം. അതൊന്ന് നിങ്ങൾ കുറിച്ചെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് പിള്ളേരുടെ ഏത് ലെവൽ ഓഫ് ടി വി വ്യൂയിങ് ആണ്, അത് എന്ത് രീതിയിൽ ക്രമീകരിക്കാൻ പറ്റും അവർക്ക് ഇച്ചിരി ഉപയോഗപ്രദമാകാനായിട്ട് നമുക്ക് മനസ്സിലാവും. 1, ഹൗ മെനി അവേഴ്സ് എ ഡേ ഡു യു വാച്ച് ടി വി? എത്ര മണിക്കൂറുകളാണ് കുട്ടികൾ കാണുന്നത്? പേരൻസും പിള്ളേരും സാധാരണ അണ്ടർ റിപ്പോർട്ട് ചെയ്യും. അണ്ടർ റിപ്പോർട്ട് മീൻസ് അവർ 4 മണിക്കൂർ കാണുന്നുണ്ടെങ്കിൽ അവർ 2 മണിക്കൂറൊക്കെ ആയിരിക്കും എന്ന് പറയാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അതുകൊണ്ട് നമ്മൾ വളരെ ബുദ്ധിപൂർവ്വം കുറച്ചുകൂടെ ഒരു ടാക്ട്ഫുള്ളായിട്ട് ചോദിക്കുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. 2, ഹൗ ഡു യു ഡിസൈഡ് വാട്ട് ഷോസ് ടു വാച്ച്? നീ എങ്ങനെയാണ് തീരുമാനിക്കുന്നത് ഏത് സീരിയൽ അല്ല ഏത് ഷോ കാണണമെന്ന്? ഞാനിപ്പോൾ ഈ പറയുന്ന പോയിൻറ്റ്സ് എല്ലാം അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ റെക്കമെൻഡ് ചെയ്ത പോയിൻറ്റ്സ് ആണ്. അതിൽ നിന്നാണ് പറയുന്നത്. 3, വേർ ഈസ് ദ ടി വി ഇൻ യുവർ ഹൗസ് പ്ലേസ്ഡ്? കുട്ടികളോട് ചോദിക്കുക നിങ്ങളുടെ ടി വി അല്ലെ കമ്പ്യൂട്ടർ വീട്ടിൽ എവിടെയായിട്ടാണ്? 4, ആർ ദിയർ ഹൗസ് റൂൾസ് ദാറ്റ് റെഗുലേറ്റ് യു വ്യൂയിങ്? ഇപ്പം നിൻ്റെ വീട്ടിൽ എന്തെങ്കിലും ചിട്ടകളുണ്ട്, ഇന്ന സമയത്ത് മാത്രമേ നേരം കാണണം, ഹോംവർക്കൊക്കെ തീർത്തിട്ടാണോ കാണുന്നത്? അങ്ങനെ ചില ചിട്ടകൾ ഓരോ വീട്ടിൽ ഉണ്ടായിരിക്കണം. പിള്ളേർ സഹകരിച്ച അതനുസരിച്ച് വേണം ചെയ്യാനായിട്ടും ഹോംവർക്കൊക്കെ തീർത്തിട്ട് വേണം ഇതൊക്കെ കാണാൻ പോകാനായിട്ട്. അടുത്തത്, വാട്ട് ആർ യുവർ ഫേവറേറ്റ് ടി വി പ്രോഗ്രാംസ്? ഈ ഫേവറേറ്റ് ടി വി പ്രോഗ്രാംസിൽ നിന്ന് നമുക്കൊരു ഏകദേശം ഐഡിയ കിട്ടും ഏത് രീതിയിലോട്ടാണ് നമ്മുടെ പിള്ളേർ ചാഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്തത്, ആർ ദർ റൂൾസ് റിഗാർഡിംഗ് മ്യൂസിക് വീഡിയോസ് ആൻഡ് വീഡിയോ ഗെയിംസ്? ഇന്ന് നമുക്കറിയാം ധാരാളം മ്യൂസിക് വീഡിയോസ് വഴി
ഒത്തിരി ലൈംഗികതയുടെയും വയലൻസിൻ്റെ തീംസ്, ഡ്രഗ്സും ആൽക്കഹോളും ടൊബാക്കോയുടെ തീംസ് ഒത്തിരി വരുന്നുണ്ട്. പിള്ളേർ വളരെ ശ്രദ്ധിച്ച് വേണം ഈ മ്യൂസിക് വീഡിയോസ്, പേരൻസ് മ്യൂസിക് വീഡിയോസ് അവൈലബിൾ ആക്കാൻ. ദേ ഷുഡ് ബി കെയർഫുൾ അബൌട്ട് ദം. വാട്ട് ടൈപ്പ് ഓഫ് വീഡിയോ ഗെയിംസ് ആർ വാച്ച്ഡ്? ഇതൊക്കെ ഞാൻ ഇനി വരുന്ന എപ്പിസോഡുകളിൽ കുറച്ചുകൂടെ ചർച്ച ചെയ്യും. അടുത്ത, ഹൂ വാച്ചസ് ടി വി വിത്ത് യു? ആരെങ്കിലും മുതിർന്നവർ നിൻ്റെ കൂടെ ടി വി കാണാറുണ്ടോ? നിനക്ക് എന്തെങ്കിലും തിരുത്തി പറയാറുണ്ടോ? എന്തെങ്കിലും ഇൻറ്ററാക്റ്റീവായിട്ട് കാണാറുണ്ടോ? അടുത്തത്, വാട്ട് ഇൻ്റർനെറ്റ് സൈറ്റ്സ് ഡു യു വിസിറ്റ്? ഏതൊക്കെ ടൈപ്പ് ഓഫ് ഇൻ്റർനെറ്റ് സൈറ്റ്സ് ആണ് നിങ്ങൾ കാണുന്നത്? ഈ രീതിയിൽ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്താൽ a whole generation can be helped by each one of you. Your cooperation is important, and your will to help out and reach this generation that God has given to us has to be helped. Let us work with the Holy Spirit. പരിശുദ്ധാത്മാവിൻ്റെ കൈകൂട്ടി നമുക്ക് മാധ്യമങ്ങൾ വഴി ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ഹാനികൾ മാറ്റി നിർത്താനും പറ്റും. ദൈവത്തിൻ്റെ സഹായം കൊണ്ട് നമുക്ക് ഒരുമിച്ച് കൈകൾ കോർക്കാം. ഇവിടെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.